നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു താൽക്കാലിക ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ്. 8ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. കേരള സർക്കാരിന്റെ കീഴിലുള്ള ആരോഗ്യ കേരളം പദ്ധതി, അതായത് നാഷണൽ ഹെൽത്ത് മിഷൻ ആരോഗ്യ കേരളത്തിന് കീഴിലെ ഓഫീസ് അറ്റൻഡർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം വഴി അപ്ലൈ ചെയ്യാൻ പറ്റും. 10 വേക്കൻസികളാണുള്ളത്. ഇതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. അതുപോലെ എലിജിബിൾ ആയുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും കൊണ്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ജില്ലാ പ്രോഗ്രാം മാനേജർ, അത് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സൊസൈറ്റി ആരോഗ്യ കേരളത്തിന്, അവരാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അവരുടെ ഓഫീസ് വിമൻ ആൻഡ് ചിൽഡ്രൻ, വനിതകളുടെയും കുട്ടികളുടെയും ആശുപത്രി കോമ്പൗണ്ടിലാണ്. തൈക്കാട്, തിരുവനന്തപുരം. അഡ്രസ്, ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് 0471231288. നിങ്ങൾ ഇതാണ് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാനായിട്ട് പറ്റും. നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലെ നാഷണൽ ഹെൽത്ത് മിഷന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള ആയിരിക്കും ഈ ഒഴിവുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പോസ്റ്റിന്റെ പേര് ജനറൽ ഡ്യൂട്ടി അറ്റൻഡന്റ്, ഹോസ്പിറ്റൽ അറ്റൻഡന്റ്, സാനിറ്ററി അറ്റൻഡന്റ്, മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫ്, അങ്ങനെ പല തസ്തികകളായിട്ടായിരിക്കും. പേര് എങ്കിലും ഒരേ കാറ്റഗറി തന്നെയാണ്. യോഗ്യത പറഞ്ഞുള്ള 8ാം ക്ലാസ് പാസ് അവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. പ്രായം പറഞ്ഞിട്ടുള്ളത് 40 വയസ്സാണ് ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. 1/7/2026 ജൂലൈ 1 അടിസ്ഥാനമാക്കിയായിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുക. നിലവിൽ 10 ഒഴിവുകളാണുള്ളത്. ശമ്പളം പറഞ്ഞിട്ടുള്ളത് 450 രൂപയായിരിക്കും പ്രതിദിനം ശമ്പളമായിട്ട് ലഭിക്കുക എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം നേരത്തെ തന്നെ. അതിന് ഉള്ള അവസാന തീയതി 2026 ഓഗസ്റ്റ് 6 ആണ്. ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച 5 മണിക്ക് മുമ്പ് നിങ്ങൾ ആ ഗൂഗിൾ ഫോം വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം വേണം ഇന്റർവ്യൂവിന് ഹാജരാകാൻ. www.arogyakeeralam.gov.in സൈറ്റിൽ ആ ഗൂഗിൾ ഫോം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. ഞാൻ അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കാൻ, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇന്റർവ്യൂ നടത്തുന്നത് 2026 ഓഗസ്റ്റ് 10 തിങ്കളാഴ്ചയായിരിക്കും. രാവിലെ 9 മണിക്ക് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജറുടെ ഓഫീസ്, അത് വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ കോമ്പൗണ്ട്, തൈക്കാട്, തിരുവനന്തപുരം. ആ അഡ്രസ് നിങ്ങൾ നേരിട്ട് ഹാജരാകണം. രാവിലെ 9 മണിക്ക് ഹാജരാകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓഗസ്റ്റ് 6 മുമ്പ് ഗൂഗിൾ ഫോം വഴി അപ്ലൈ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഇന്റർവ്യൂവിന് 10 അറ്റൻഡ് ചെയ്യുക. ഇപ്പൊ ഇന്റർവ്യൂ പോകുന്ന സമയത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിലുണ്ടാവണം. അതുപോലെ ഏജ്, ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കോപ്പിയും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. സെലക്ഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും അനുസരിച്ചായിരിക്കും, ഇന്റർവ്യൂവിലെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൊസൈറ്റിയുടെ കീഴിലുള്ള ഏത് സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. പലയിടത്തായിട്ടായിരിക്കും ഇതിന് 10 വേക്കൻസികൾ ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ എന്തെങ്കിലും എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്ത് തെളിയിക്കാൻ നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതിന്റെ ഹാജരാക്കണം എന്ന് പ്രത്യേകം, എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അതായത് എവിടെയെങ്കിലും നമ്മൾ ജോലി ചെയ്തിട്ടുള്ള ആളാണെന്നെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് എവിടെ മേടിച്ചുകൊണ്ട് വേണം. ഇന്റർവ്യൂ 10 തീയതി സമയമുണ്ട്. നിങ്ങൾ നേരത്തെ എവിടെ താൽക്കാലികമായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും അതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നുകിൽ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അത് ഇനിയും കളക്ട് ചെയ്ത ശേഷം 10 തീയതി ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഹാജരാക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ അതിന്റെ ആനുകൂല്യം നമുക്ക് കിട്ടുകയുള്ളൂ എന്ന കാര്യം ഓർമ്മിക്കുക. അതുപോലെ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് TA DO ഒന്നും ലഭിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവര് ഇതിലേക്ക് ഓഗസ്റ്റ് 6 മുമ്പ് അപേക്ഷിക്കുക. അതിനുശേഷം രജിസ്റ്റർ ചെയ്തതിനു ശേഷം 10 തീയതിയുള്ള ഇന്റർവ്യൂ പങ്കെടുക്കുക. ഇത്രയും കാര്യങ്ങളായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ നമ്പർ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. ആ അഡ്രസ് നിങ്ങൾ വിളിച്ച് ചോദിക്കാൻ പറ്റും. താല്പര്യമുള്ള ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.